അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പാഠത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഊരുട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇന്ന് അറിയപ്പെടുന്ന അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം വന്നത് 2016-ലാണ്. 2016-ൽ പിന്നെ ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾക്ക് മത്സരിക്കുന്നതിന് വേണ്ടി പാരാലിമ്പിക്സ് വന്നത് 1948-ലാണ്. നിലമ്പൂർ ഐഷയുടെ ആത്മകഥയാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അത് അനുച്ഛേദം 15-ആണ്. നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവർക്ക് 2020-ൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. അടുത്തത് ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ. അടുത്തത് അയ്യപ്പനാണ്. തൃശ്ശൂർ ജില്ലയിലെ പവറട്ടയിൽ 1905 ഫെബ്രുവരി 5-നാണ് ജനിച്ചത്. ഇദ്ദേഹവും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായത്തെക്കുറിച്ചുള്ള പഠനത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അടുത്തത് പണ്ഡിത രമാബായിയാണ്. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖല ആയിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും നൽകിയിരുന്നു. അടുത്ത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇപ്പം പറയുന്നത്. EK ജാനകി അമ്മാളിനെ കുറിച്ചാണ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞനാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ്. 1977-ൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അടുത്ത ഡോക്ടർ പുന്നൻ ലൂക്കോസാണ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ പ്രതിനിധി കൂടിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടുന്ന ആദ്യത്തെ വനിതയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയായിരുന്നു. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ.